ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ആയുധമാക്കാൻ തയ്യാറായി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപനവും ഉയരുന്ന മരണനിരക്കും അടിയന്തര പ്രമേയമായി കൊണ്ടുവരും. കണക്കുകൾ ആരോഗ്യവകുപ്പ് കൃത്യമായി പുറത്തുവിടണമെന്നും ആവശ്യമുയർത്തും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിറ്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. കണക്കുകൾ കൃത്യമായി പുറത്തുവിടുന്നില്ല എന്നാണ്. മരണനിരക്കുകൾ പോലും വ്യക്തതയില്ല, അത് ഒളിച്ചു വയ്ക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഏത് തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനാണ് സാധ്യത? സർക്കാരിൻ്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ? രാജേഷ്, തീർച്ചയായും ഇന്ന് സഭയുടെ രണ്ടാം ദിനമാകുമ്പോഴേക്കും പ്രധാനമായും സർക്കാരിനെതിരെ ഏറ്റവും പ്രതിരോധത്തിലായ സർക്കാരിന്റെ വിഷയങ്ങൾ ഓരോന്നാണ് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്നത്. ആദ്യ ദിനത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരായ, അതായത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പോലീസിന്റെ വീഴ്ചയുമാണ് ആദ്യ ദിനത്തിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് രണ്ടാം ദിനത്തിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത് സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ മറ്റൊരു വിഷയം തന്നെയാണ്. അതായത് ആരോഗ്യ വകുപ്പിലെ സിസ്റ്റത്തിന്റെ തകരാറും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയും തന്നെയാണ് ഇന്ന് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം അത് ചോദ്യോത്തരവേളയിൽ ഈ സിസ്റ്റത്തിന്റെ തകരാറൊക്കെ ഈ വിഷയം ആദ്യ വിഷയമായി അവതരിപ്പിച്ചുവെങ്കിലും, അതായത് ചോദ്യോത്തരവേളയിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിനുള്ള മറുപടി പറയവേ പ്രതിപക്ഷ നേതാവും ആരോഗ്യമന്ത്രിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദമാണ്, കടുത്തൊരു വാക്കുതർക്കവും വാഗ്വാദവും നമ്മൾ സഭയിൽ കാണാനിടയായി. അത് ചോദ്യോത്തരവേളയിലായിരുന്നുവെങ്കിൽ ഇത്തവണ അതേ വിഷയം ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ഇത്തവണ അടിയന്തര പ്രമേയമായാണ് സഭ ഇന്ന് കൊണ്ടുവരുന്നത്. അത് അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വലിയ രീതിയിൽ വ്യാപിക്കുന്നു. അതിന്റെ വ്യാപനം തടയാനോ അതിന്റെ കൃത്യമായ സ്രോതസ് കണ്ടെത്താനോ ഒന്നും, കാരണം ഇത്രയേറെ കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്നിട്ട് പോലും ആരോഗ്യവകുപ്പിന് അവിടെ വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, കൃത്യമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം, ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 19 പേർ മരിച്ചുവെന്നാണ്. നേരത്തെ 17 പേരായിരുന്നു. ഇന്നലെ 2 മരണം കൂടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. അങ്ങനെ 19 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക രേഖകളിൽ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്ര മരണമുണ്ട്? കാരണം ഈ മരണങ്ങളെല്ലാം തന്നെ, പനി ബാധിച്ച് മരിക്കുന്നതിലെല്ലാം തന്നെ എത്ര പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരിച്ചതെന്നത് കണ്ടെത്താനുള്ളത്. അതൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ആ കാലതാമസം എടുക്കുന്നു. അതുകൊണ്ടാണ് ഈ കൃത്യമായ ഒരു കണക്ക് രേഖപ്പെടുത്താൻ കഴിയാത്തത്. അത് സ്ഥിരീകരിച്ചാൽ മാത്രമേ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ എന്ന് ആരോഗ്യവകുപ്പ് വാദിക്കുന്നു. ക്ഷമിക്കണം. അപ്പോഴും ഈ രോഗവ്യാപനം എന്ന് പറയുന്നത്, ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച 66 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പാലക്കാട് ഒരു 29 വയസ്സുകാരനും ഈ രോഗം ബാധിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രോഗം ബാധിച്ചവരുടെ മരണനിരക്കും ആശങ്കപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം രോഗബാധിതരുടെ എണ്ണം വലിയ രീതിയിലാണ് സംസ്ഥാനത്ത്. ഏറെക്കുറെ എല്ലാ ജില്ലകളും, തിരുവനന്തപുരത്ത് പോലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നമുക്ക് അനൌദ്യോഗികം അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു 12 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട് എന്നാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ രീതിയിൽ രോഗികളുടെ എണ്ണം ഉയരുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നത് കൃത്യമായി കണ്ടെത്താനൊന്നും ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. അത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഈ വിഷയം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. തീർച്ചയായും അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു വിഷയത്തിൽ ഉയർത്തിയാകും അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നതെങ്കിലും ആ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ ഉറപ്പായും ആരോഗ്യവകുപ്പിലെ എല്ലാ വീഴ്ചകളും ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റത്തിലെ തകരാർ ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയ ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. പല ഉപകരണങ്ങളും രോഗിയിൽ നിന്ന് പൈസ വാങ്ങേണ്ട ഒരു സാഹചര്യം, ഇതടക്കം ആരോഗ്യവകുപ്പ് തല കുനിച്ചു നിൽക്കേണ്ടിവന്ന എല്ലാ സാഹചര്യങ്ങളും ഈ അടിയന്തര പ്രമേയ വിഷയത്തിന്റെ ഭാഗമായി തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഇതിനൊക്കെ തന്നെയും ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിൽ ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉപകരണക്ഷാമത്തിൽ കണക്കുകൾ നിരത്തി ആരോഗ്യമന്ത്രി UDF സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ ഉപകരണങ്ങളുടെയും ഇടത് സർക്കാരിന്റെ കാലത്ത് വാങ്ങിയ ഉപകരണങ്ങളുടെയൊക്കെ കണക്കുകൾ നിരത്തിയത് നേരിട്ടുവെങ്കിലും, പക്ഷേ അടിയന്തര പ്രമേയമായി വരുമ്പോൾ വളരെ നീണ്ട ചർച്ചയായിരിക്കും. അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള കണക്കുകൾ നിർത്തി പ്രതിപക്ഷം നേരിടുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കണക്കുകൾ സർക്കാരിന് മുന്നിലുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ ആരോഗ്യവകുപ്പ് തന്നെ പുറത്തിട്ട് വിട്ട കണക്കുകളാണ്. ഓരോ ദിവസവും അതിന്റെ മരണനിരക്കും രോഗവ്യാപനവും തുടരുമ്പോൾ അതിതീവ്രമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന് ഇവിടെ ഒരു ഉറവിടം കണ്ടെത്താനോ ഇതിലൊരു തടയിടാനോ കഴിയാത്തത്? അതേസമയം ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും മറ്റ് മുൻകരുതലുകളും ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും ഒരു കൃത്യമായ പ്രതിവിധി കണ്ടെത്താൻ ഇപ്പോഴും കഴിയുന്നില്ല. ആരോഗ്യവകുപ്പിന് ആ വീഴ്ചയും ആ പരാജയവും ചൂണ്ടിക്കാട്ടി തന്നെയാകും ഇന്ന് ഈ വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരിക.